അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നമുക്കിനി ഹുഖൂഖുൽ ഉഖുവത്തി വസ്സുഹ്ബ ആണ് എടുക്കാനുള്ളത്. 106-ാമത്തെ പേജിൽ എല്ലാവർക്കും അറിയായിരിക്കും വിചാരിക്കണം. ഫസ്ലുൻ ഫി ഹുഖൂഖിൽ ഉഖുവത്തി വസ്സുഹ്ബത്തി, സഹവാസം, സാഹോദര്യ ബന്ധം, അതിൻ്റെ കടപ്പാടുകളെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്മാർ തമ്മിലുണ്ടായിരിക്കേണ്ട ഉഖുവത്തുണ്ട്, സ്നേഹബന്ധമുണ്ട്, സുഹബത്തിൻ്റെ ബന്ധമുണ്ട്. ആ ബന്ധമുള്ള ആളുകൾ പരസ്പരം പുലർത്തിയിരിക്കേണ്ട കടപ്പാടുകളും മര്യാദകളും അതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കാം. യഅലം അന്ന അഖദൽ ഉഖുവത്തി, ഒരു ഉഖുവത്തിൻ്റെ അഖദ്, ഒരു സ്നേഹബന്ധത്തിൻ്റെ, സുഹൃത്ത് ബന്ധത്തിൻ്റെ ഇടപാട് എന്ന് പറഞ്ഞാൽ അത് റാബിത്തത്തുൻ ബൈന ശഖ്സൈനി, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു ബന്ധമാണത്. കഅഖദിൻ നിക്കാഹി ബൈന സൗജൈനി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള നിക്കാഹിൻ്റെ അഖദ് പോലെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിക്കാഹിൻ്റെ ഒരു ഇടപാട് നടക്കും. ആ ഇടപാട് നടക്കുമ്പോഴാണ് അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാകുന്നത്. എന്ന പോലെ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഒരു ബന്ധത്തിൻ്റെ ഇടപാടാണ് ശരിക്ക് ഈ സ്നേഹബന്ധം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ബന്ധം ഒരാൾക്കുണ്ടായാൽ, ഫൈദൻ അഖദത്തുൽ ഉഖുവത്തു, അങ്ങനെ ഒരു സ്നേഹബന്ധം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ, ഫദാലിക യൂജിബു ഹുഖൂഖൻ അലൈക ഫിൽ മാലി വൽ ലിസാനി വൽ ഖൽബി, ഫദാലിക യൂജിബു ഹുഖൂഖൻ അലൈക, അത് നിൻ്റെ മേൽ കുറേ ബാധ്യതകളെ നിർബന്ധമാക്കും. നമുക്ക് സുഹൃത്തിനോട്, നമ്മുടെ സഹോദരനോട് നമുക്ക് കുറേ ബാധ്യതകളുണ്ട്. നമ്മുടെ സുഹൃത്തിനോട് നമുക്ക് കുറേ ബാധ്യതകളുണ്ട്. നമ്മൾ വ്യക്തികളോട്, മാതാപിതാക്കളുടെ ബാധ്യത, ഭാര്യ ഭർത്താക്കന്മാരുടെ ബാധ്യത, മക്കളുടെ ബാധ്യത എന്നൊക്കെ പറയുന്ന പോലെ സുഹൃത്തുക്കളോട് ബാധ്യത ഉണ്ട്. ഈ സുഹൃത്തുക്കളോടുള്ള അപ്പം നിനക്കൊരു വ്യക്തിയുമായിട്ട് സുഹൃത്ത് ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, പിന്നെ അവനോട് പുലർത്തേണ്ട കുറച്ച് ബാധ്യതകളുണ്ട്. അതാണ് ഫിൽ മാലി വൻ നഫ്സി വൽ ലിസാനി വൽ ഖൽബി, സമ്പത്തിലുണ്ട്, ശരീരത്തിലുണ്ട്, നാവിലുണ്ട്, ഹൃദയത്തിലുണ്ട്. അങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് ചില ബന്ധങ്ങളുണ്ട്, ഒക്കെ താഴെ വിശദീകരിക്കും. പിന്നെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. അതേപോലെ ലിസാന്, നാവുമായിട്ട് ബന്ധപ്പെട്ടത്, ഖൽബ്, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത്തരം ബാധ്യതകളൊക്കെ ഉണ്ട്. അതെന്തൊക്കെ? ബിൽ അഫ്വി വദ്ദുആഇ വൽ ഇഖ്ലാസി വൽ വഫാഇ വതർക്കി തകല്ലുഫ്, മാപ്പ് ചെയ്തു കൊടുക്കൽ കൊണ്ട്, ദുആ കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട്, വൽ വഫായി, പ്രതിബദ്ധത കൊണ്ട്, വതർക്കി തകല്ലുഫി, ഒരു പ്രയാസപ്പെടുത്തൽ ഒഴിവാക്കിക്കൊണ്ട്, ഇങ്ങനെയുള്ള കുറേ ബാധ്യതകൾ ഒരു സുഹൃത്തിനോട് നമുക്ക് ചെയ്യാനുണ്ട്. അതിൽപ്പെട്ട ഓരോന്നും ഇനി ഇങ്ങനെ പറയാൻ പോവാണ്. നമ്മളിപ്പം സമ്പത്തിൽ, നഫ്സിൽ, ലിസാനിൽ, ഖൽബിൽ, 4 നിലക്കുള്ള ബാധ്യതകൾ ഒരു സുഹൃത്തിനോട് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മളിപ്പോൾ ഈ സുഹൃത്തുമൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സുഹൃത്ത് കാണുമ്പോൾ ഇങ്ങനെ സലാം പറയാം, ഒന്ന് ചിരിക്കുക, ഇതുകൊണ്ടൊക്കെ തീരുന്നതാണ് നമ്മൾ വിചാരിച്ചത്. ശരിക്കും ശറയിൽ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, മൂല്യത്തോടു കൂടി വലിയ മൂല്യവത്തായ കാര്യങ്ങളാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ശരീഅത്തിൽ. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നോക്കിയാൽ അല്ലവ്വല്, ഒന്ന് മാല്. എന്താ ഇപ്പോൾ സമ്പത്ത്, എന്താണ് സുഹൃത്തിനോട് നമുക്കുള്ള ബാധ്യത എന്ന് നമ്മൾ ചിന്തിക്കും. സമ്പത്ത് കുറേ ബാധ്യത ഉണ്ട്. ഫിൽ മാലി, സമ്പത്തിൽ, അയ്യക്കൂന അഖല്ലുഹു അയ്യക്കൂന, ആ സമ്പത്ത് ആവുക, ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത്, അയ്യക്കൂന, അവനാവുക. മാലിൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യനുമായിട്ടൊരു സുഹൃത്തുമായിട്ട് നമുക്കുള്ള ബന്ധം ഏറ്റവും ചുരുങ്ങിയ എന്താ പറയുക? അഖല്ലുഹു മിസ്ലു അബ്ദിക്, നിൻ്റെ അടിമയെ പോലെ ആവുക. നമ്മുടെ സമ്പത്തിൽ നമ്മുടെ സുഹൃത്ത് നമ്മുടെ അടിമയെ പോലെയാണ്. നമ്മുടെ അടിമയെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമായ വിഷയമല്ലേ നമ്മുടെ അടിമ. നമ്മുടെ അടുക്കൽ കഴിയുന്ന നമ്മുടെ അടിമൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ നമ്മൾ വഹിക്കൂലേ. അപ്പം നമുക്ക് ഏറ്റവും മുഖ്യമായൊരു കാര്യം അടിമ എന്ന പോലെ നമ്മുടെ സുഹൃത്ത് നമുക്ക് ഏറ്റവും മുഖ്യമാണ്. അതാ ഫയക്കൂനു അംറുഹു മിൻ മുഹിമ്മാത്തിക്, അപ്പോൾ അതെൻ്റെ മുഖ്യമായ കാര്യത്തിൽപ്പെട്ടതാവും നിൻ്റെ സുഹൃത്തും. അപ്പോൾ നമ്മളുമായിട്ടൊരു സുഹൃത്ത് ബന്ധമുള്ള അൽ-ഉഖുവത്തു ഫില്ലാഹിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഒരാൾ നമുക്ക് മുഖ്യമായ കാര്യം നമ്മുടെ അടിമയെ പോലെയാണ്. അവൻ്റെ എല്ലാ കാര്യവും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന. ഇതാണ് ചുരുങ്ങിയത് കേട്ടോ. ഇതൊരു മധ്യനില നോക്കുക. ഔസത്തുഹു, ഒരു മധ്യനില നോക്കുകയാണെങ്കിൽ അയ്യക്കൂന മിസ്ലക്ക്, നിന്നെ പോലെ ആവുക, നിൻ്റെ സഹോദരൻ നിന്നെ പോലെ ആവുക. നമ്മളിപ്പോൾ നമ്മുടെ അടിമക്കിപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പരിഗണിക്കുള്ളൂ. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടാണല്ലോ അടിമനെ പരിഗണിക്കുക.
അതാണ് ചുരുങ്ങിയത്. കുറച്ചും കൂടി വലിയ മുകളിലെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ പരിഗണിക്കുക. നമ്മൾ നമ്മുടെ കാര്യം ഏറ്റവും വലുതാണല്ലോ നമുക്ക്. എന്നപോലെ നമ്മുടെ സുഹൃത്തിൻ്റെ കാര്യം നമുക്ക് വലുതാണ്, ഒരേപോലെയാണ്. തന്നെയും തൻ്റെ സുഹൃത്തിനെയും ഒരുപോലെ കാണാൻ കഴിയുക. അതാണ് അയ്യക്കുന മിഥലക്ക. കാരണം ഫൈനൽ ഉഹുവത്ത് എന്ന് പറഞ്ഞ സാധനം തൂജിബ് ഷിർക്കത്ത വൽ മുസാവാത്ത, അത് പങ്ക് ചേരലിനെയും സഹകരണത്തെയും നിർബന്ധമാക്കുന്നു. കാരണം സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു പങ്ക് ചേരലാണ്, അതൊരു സഹകരണ മനോഭാവമാണ്. അപ്പോൾ അവിടെ ആ സഹകരണമാണ് അവിടെ നടക്കേണ്ടത്. അപ്പോൾ നിന്നെപ്പോലെ ആവുക, നിന്നെപ്പോലെ തന്നെയാണ് നിൻ്റെ സുഹൃത്തും, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ യേശുവിൻ്റെ വചനം എന്ന് പറഞ്ഞിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വചനമാണത്. ആ പറഞ്ഞ സംഗതി അങ്ങനെ ആവുക. അഅ്ലാഹ, ഏറ്റവും ഉയർന്ന പദവി എങ്ങനെ അറിയോ? ഒരു മനുഷ്യൻ്റെ സുഹൃത്തിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും ഉയർന്ന സഹകരണം അൻ തുഅസ്സിറഹു അലൈക, നിന്നെക്കാൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ അടിമയെപ്പോലെ കാണുന്നു, നമ്മെപ്പോലെ കാണുന്നു, നമ്മളെക്കാളും മുകളിൽ കാണുന്നു. ഞാൻ രണ്ടാമത്, എൻ്റെ സുഹൃത്ത് ഒന്നാമത്, അങ്ങനെ കാണാൻ പറ്റുക. അപ്പോൾ തുഖില്ലു ബി അംരി നഫ്സിക്ക, നിൻ്റെ സ്വന്തം കാര്യം നീ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇടർച്ച വരുത്തും, അഥവാ അത് നീ അത്ര മൈൻഡ് ചെയ്യൂല. അങ്ങോട്ട് എന്തിനു എന്തലിമഹാലുഹു, ഓൻ്റെ കാര്യം നന്നാകാൻ വേണ്ടി, സഹോദരൻ്റെ കാര്യം നേർക്കാകാൻ വേണ്ടിയിട്ട്, നിൻ്റെ സുഹൃത്തിൻ്റെ കാര്യം നേർക്കാകാൻ വേണ്ടിയിട്ട് നിൻ്റെ കാര്യത്തിൽ നീ പലപ്പോഴും ഉപേക്ഷ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചോർന്നിട്ടുണ്ടാവില്ല ഉച്ചക്ക്, പക്ഷേ മറ്റവൻ്റെ ഒരു പ്രയാസത്തിൽ ഓൻ്റെ കാര്യം നേരാക്കാൻ വേണ്ടി അപ്പം നടക്കുന്നത്. ഇവൻ ചോർന്നിട്ടില്ല, ഓൻ കുളിച്ചിട്ടില്ല, ഓൻ വസ്ത്രം ഇസ്തിരിട്ടിട്ടില്ല, ഇസ്തിരിടാതെ ഓടുകയാണ്. അപ്പം തന്നെക്കാളും കൂടുതൽ തൻ്റെ സഹോദരൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുക്കുകയാണ്. ഇതൊരു ദീനീയായ കാര്യമാണ്. നമ്മൾ ഇപ്പം വയനാട് ദുരന്തമുണ്ടായി, അവിടെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര ആളുകളാണ് ഈ നിലക്കൊക്കെ സഹകരിക്കുന്നത് എന്ന്. ആ ബന്ധത്തെ അള്ളാഹുവിലുള്ള ബന്ധമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. മഖ്ലൂഖുല്ലാഹി എന്നുള്ള നിലക്ക് ആ കാര്യം ചെയ്യാം. അതാണ് ശരിക്കും അൽ ഹബ്ബു ഫില്ലാ അൽ ബഗ്ദു ഫില്ലാ എന്ന് പറയുന്ന സാധനം. നമ്മളാരെങ്കിലും അറിയോ? പുത്തുമലയിലും അതല്ല പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മളാരും അറിയില്ല. പക്ഷേ ആളുകൾ പോയിട്ട് നേരെ അങ്ങോട്ട് സഹകരിക്കുകയാണ്, എന്തെന്നില്ലാത്തൊരു സഹകരണം. ആ സഹകരണത്തിൻ്റെ കാരണം എന്ത് എന്നുള്ളതാണ്. അത് മഖ്ലൂഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു അടിമ എന്നുള്ള നിലക്കാണെങ്കിൽ അതിൻ്റെ പേരാണ് അൽ ഹബ്ബു ഫില്ലാ എന്നുള്ള സംഗതി. നമ്മൾ അങ്ങനെ കാര്യത്തെ ആ നിലക്കായിരിക്കണം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ നിലക്ക് നമ്മളായിത്തീരുക എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും അൽ ഹബ്ബു ഫില്ലാ എന്ന് പറഞ്ഞത് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ കാര്യം പ്രയാസത്തിലാണെങ്കിലും നമ്മുടെ കാര്യം നേർക്കല്ല നടക്കുന്നതെങ്കിൽ പോലും സഹോദരൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, സഹോദരൻ്റെ കാര്യം ശരിയാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിയാവാതെ തന്നെ മുന്നോട്ട് പോവുക. വഹുവ മിൻ അഅല ദറജാത്ത്, അത് പദവികളിൽ ഏറ്റവും ഉയർന്ന പദവിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ട്. ഒരു ആളുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളെക്കാളും വലിയ ആളായി കാണാൻ പറ്റുക, എൻ്റെ സ്വന്തം ശരീരത്തെക്കാളും മുൻഗണന മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുക, സ്വന്തം ശരീരത്തെ പോലെ കാണുക, അതിൻ്റെ താഴെ വന്നാൽ തൻ്റെ അടിമയെപ്പോലെ കാണുക. ഏതായാലും ഏതോ ഒരാൾ എന്നൊരു മൈൻഡിൽ നിൽക്കുന്നതല്ല ഉഖുവത്ത് എന്ന് പറഞ്ഞത്. ഇത് മൂന്നും ഉഖുവത്താണെന്ന് മനസ്സിലാക്കട്ടോ. ഈ മൂന്ന് നിലക്കാണെങ്കിലും ഉഖുവത്തിൻ്റെ പരിധിയിൽപ്പെടും. മൂന്ന് കാറ്റഗറിയാണ്, മൂന്ന് മെറിറ്റ് മൂന്നെണ്ണമാണ് എന്ന് മാത്രം. ഫഖദ് വറദ ഫിൽ ആസാരി അഖ്ബാറുൻ കസീറത്തുൻ, ഹദീസുകളിൽ കുറേ ഹദീസുകൾ വന്നിട്ടുണ്ട്, കുറേ ചരിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസ് പറയാണ്, അന്നഹു മസ്തഹബ സനാനി ഖത്തു ഇല്ലാ കാന അഹബ്ബുഹും മിനല്ലാഹി തആല അർഫഖഹുമാ ബിസ്വഹിബിഹി. അന്നഹു മസ്തഹബ ഇസ്നാനി ഖത്തു, രണ്ടുപേർ പരസ്പരം സുഹൃത്തായിട്ടില്ല. ഇല്ലാ കാന അഹബ്ബുഹും മിനല്ലാഹ്, അവരിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ടല്ലാതെ, അർഫഖഹുമാ ബിസ്വഹിബിഹി, തൻ്റെ സുഹൃത്തിനോട് ഏറ്റവും അലിവുള്ളവൻ. ആരാണോ തൻ്റെ സുഹൃത്തിനോട് ഏറ്റവും അലിവ് കാണിക്കുന്നവൻ അവനായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ. ആ രണ്ട് സുഹൃത്തുക്കളിൽ ആരാണ് കൂടുതൽ അർഫഖ്, കൂടുതൽ അലിവോടുകൂടി പെരുമാറുന്നത്, അവനാണ് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ആൾ എന്ന്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളവനായിരിക്കും. അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം മത്സരിക്കുകയായിരിക്കും, മുൻഗണന കൊടുക്കാൻ. ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിച്ചാൽ ലോകത്ത് വല്ല പ്രശ്നം ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്. ലോകത്ത് അസമാധാനത്തിൻ്റെ, പിന്നെ ഈർഷ്യതയുടെ, അതല്ലെങ്കിൽ കാലുഷ്യത്തിൻ്റെ ഒരു പ്രയാസം ലോകത്തുണ്ടാവില്ലല്ലോ, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ. അപ്പോൾ ഇതാണ് സാമ്പത്തികമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ടോ. സമ്പത്ത് തൻ്റെ ആവശ്യത്തിനേക്കാളും കൂടുതൽ സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റുക, തൻ്റെ ആവശ്യത്തിന് ചിലവഴിക്കും പോലെ ചിലവഴിക്കാൻ പറ്റുക, താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ അടിമൻ്റെ ആവശ്യത്തിന് ചിലവഴിക്കും പോലെ ചിലവഴിക്കാൻ പറ്റുക. ഇങ്ങനെ മൂന്ന് നിലക്ക്
ഇതൊരു സുഹൃത്തുമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട സാമ്പത്തിക ബന്ധത്തിൻ്റെ അല്ല സാമ്പത്തിക ബാധ്യതയുടെ രീതികളാണ് ഈ പറഞ്ഞത്. അടുത്തത് നഫ്സാണ്. അസാനി നഫ്സോണ്ട് എങ്ങനെ? ശരീരം കൊണ്ട് അല്ലിആനത്തു ബിൻ നഫ്സി, സ്വന്തം ശരീരം കൊണ്ട് സഹകരിക്കുക ഫി ഖളാഇൽ ഹാജാത്തി, ആവശ്യ നിർവഹണത്തിന്, വൽ ഖിയാമി ബിഹ ഖബ്ല സുആലി, അത് ചെയ്തു കൊടുക്കുക ഖബ്ല സുആലി, ചോദിക്കണതിൻ്റെ മുമ്പ് തന്നെ. ഇപ്പോൾ നമ്മൾ സമ്പത്ത് ചിലവാക്കുന്ന കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞു, പൈസ ചിലവാക്കുന്ന കാര്യം. ഇനി പൈസ ചിലവാക്കില്ല, സ്വന്തം ശരീരം കൊണ്ട് എന്ത് സഹകരണം ചെയ്തു കൊടുക്കുക. ഓൻ കൂടി ചോദിക്കണതിന് മുമ്പ് തന്നെ ചെയ്തു കൊടുക്കുക. ഓനെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എന്തോ ഒരു കാര്യത്തിനോട് സഹായിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പെട്ടെന്ന് സഹായിക്കുക, ചോദിക്കണതിന് മുമ്പ് തന്നെ സഹായിക്കുക. ഇതും ഈ മുകളിൽ പറഞ്ഞ അതേ ദർജ വരും. വഹാദാ ലഹു ദർജാത്തുൻ തുബാസി മാ സബഖ മിൻ ദർജാത്തിൽ മാൽ. സമ്പത്തിൻ്റെ മെറിറ്റുകൾ ദർജ നമ്മൾ പറഞ്ഞല്ലോ, അതേ ദർജകൾ ഇവിടെയും വരും. ഫിൽ മഖാമത്ത് സലാസ, 3 മഖാമ ഇവിടെയും വരും. അപ്പം നമ്മുടെ അടിമയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ ശരീരത്തെ നമ്മൾ ചെലവഴിക്കുക. നമുക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ അധ്വാനിക്കുമോ അത്രയും അധ്വാനിക്കുക. നമുക്ക് വേണ്ടി നാം അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ സുഹൃത്തിന് വേണ്ടി അധ്വാനിക്കുക. ഇങ്ങനെ 3 കാറ്റഗറി ഇവിടെയും വരും. അപ്പോൾ നമ്മൾ സമ്പത്തും നഫ്സും പറഞ്ഞു അല്ലേ. ഇനി ലിസാനും കൽബുള്ള അൽ അസാലിസും, മൂന്നാമത്തെ ലിസാന. എന്താ ലിസാൻ കൊണ്ടുള്ള ബാധ്യത? എന്താ അറിയോ? അല്ലാ തുവാജിഹു ബിഷൈഇൻ യക്റഹുഹു, തൻ്റെ സുഹൃത്ത് വെറുക്കുന്ന ഒന്നും അവനോട് മുഖദ്വാവിൽ പറയാതിരിക്കുക. അതന്നെ അവന് വെറുപ്പുണ്ടാക്കണ ഒന്നും നമ്മളെ നാവുകൊണ്ട് പറയാതെ. അതാണ് ഈ നാവുകൊണ്ടുള്ള ബാധ്യത എന്ന് പറഞ്ഞത്. തൻ്റെ സുഹൃത്തിന് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും തൻ്റെ നാവുകൊണ്ടും ഉണ്ടാതിരിക്കുക. ഖാല അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യുവാജിഹു അഹദൻ ബിശൈഇൻ യക്റഹുഹു, ഒരാളോടും മുഖതാവിൽ സംസാരിക്കില്ലായിരുന്നു. ബിശൈഇൻ യക്റഹുഹു, അയാൾ വെറുക്കുന്നൊരു കാര്യം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെയും മുഖത്ത് നോക്കിയിട്ട് അയാൾക്ക് വെറുപ്പുണ്ടാകുന്നൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ മാതൃക. അപ്പം തൻ്റെ സുഹൃത്തിന് വെറുപ്പുണ്ടാകുന്ന, അവന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം പറയാതിരിക്കുക. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ വിഷയത്തിൽ ചെയ്യേണ്ട കാര്യം. ഇനി അവിടെ കുറച്ച് വിശദീകരിക്കുന്നുണ്ട്. വല നീ മനസ്സിലാക്കുക. അന്നക ലൗ കുന്ത തത്ലബു മൻ ഹുവ ഖാലിൻ മിനൽ ഉയൂബി. ഒരു മൊത്തത്തിലുള്ളൊരു കാര്യം പറയാട്ടോ. ഇവിടെ ഇനി ഒരു എല്ലാ അയബും ഇല്ലാത്ത ഒരാളെ നീ അന്വേഷിച്ചാൽ, നിനക്കിപ്പോൾ സുഹൃത്താക്കാൻ വേണ്ടി ഒരു കുറ്റും കുറവില്ലാത്ത ഒരാളെ കിട്ടണം എന്നൊക്കെ ഫലാത്ത ജിത് നീ എത്തിക്കൂല. അങ്ങനെ ആളെ കിട്ടൂല. അപ്പോൾ നമ്മൾ ഒരു സുഹൃത്താക്കി, ഈ സുഹൃത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാവും. ചിലപ്പം ഓനോടും ചിലപ്പോൾ മുഖത്ത് നോക്കി 2 വർത്താനം പറയേണ്ട ആവശ്യമൊക്കെ വരും. പക്ഷെ പറയാതിരിക്കുക. അതിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരു വിമ്മിഷ്ടം ഉണ്ടാക്കാതെ, ഒരു നിലക്കുള്ള അനിഷ്ടങ്ങളും നമുക്കില്ലാതെ അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടാവില്ല എന്നാണ് സാധ്യത വളരെ കുറവാണ്. മനുഷ്യന്മാർ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ എല്ലാ നിലക്കും 100% പെർഫെക്റ്റായ ആൾക്കാരെ അങ്ങനെ തന്നെ ഒന്നും കിട്ടുമൊന്നുമില്ല. അതാ വാലം അന്നക്ക ലൗ കുന്ത തത്ലബു മൻ ഹുവ ഖാലിൻ മിനൽ ഉയൂബി, അയ്ബുകളെ തൊട്ട് ഒഴിവായ ഒരാളെ നീ അന്വേഷിച്ചാൽ ഫലാത്ത ജിത് നീ അത് എത്തിക്കൂല. അങ്ങനെ ആളെ നീ കണ്ടു കിട്ടൂല. ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അഹദും മിനൽ മുസ്ലിമീന യുതീഉല്ലാഹ ഫലാ യഅസിഹി. മാ അഹദും മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, യുതീഉല്ലാഹ, അള്ളാഹിനെ വഴിപ്പെടുന്ന ഒരാൾ, ഫലാ യഅസിഹി, അള്ളാഹ്ക്ക് ഒരു ഇസ്യാനും ചെയ്യാതെ. അങ്ങനെ ഒരാൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാവില്ല. അതായത് ഒരാൾ അള്ളാഹ്ക്ക് ഇത്താഅത്ത് മാത്രം, ഭയങ്കരമായ ത്വാഅത്ത് ചെയ്യുന്ന, ഒരു തെറ്റും ചെയ്യാതെ, അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവില്ല. അള്ളാഹിൻ്റെ ദുനിയാവിലുണ്ടാവില്ല. തീർത്ത് പറയാണ്. എന്നാലോ വലാ അഹദിൻ, ഒരാളുമില്ല, യഅസില്ലാഹ, അള്ളാഹ്ക്ക് ഇസ്യാൻ ചെയ്യും, ഫലാ യുതീഉഹു, ഒന്നും ഭയപ്പെടൂല. ഫുള്ള് തെറ്റ് മാത്രമേ ചെയ്യുള്ളൂ. ഒരു നന്മൻ്റെ കണിക പോലും ഇല്ല ഒരാൾക്ക്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കണ ഭയങ്കര വർത്താനാണ്. തെറ്റ് മാത്രം ചെയ്യുന്ന ഒരാൾ ദുനിയാവിൽ അങ്ങനെയല്ല. നന്മ മാത്രം ചെയ്ത, ഒരു നിലക്കുള്ള തെറ്റും ചെയ്യാത്ത ആൾക്കാർ അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു വിമ്മിഷ്ടം ഉണ്ടാക്കുന്ന കാര്യം മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. നോക്കൂ, അപ്പം അങ്ങനെയല്ല. അപ്പോൾ ഇമാം ശാഫിഈ നിങ്ങൾ പറയാം. അപ്പം ഫമൻ കാനത്ത് ത്വാഅത്തുഹു അഗ്ലബ മിൻ മഅസിഹി, ഒരാളുടെ ത്വാഅത്ത് മഅസിയത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫഹുവ അദിലുൻ, അവൻ നീതിമാനാണ്. അങ്ങനെ കണക്കാക്കേണ്ടത്. അപ്പം നമ്മളൊരാളുടെ കൂട്ടുകൂടുക, സുഹൃത്താക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു ഖിലാഫുലോല പോലും ചെയ്യാത്ത ഒരാളെ കിട്ടണം. അങ്ങനെ ഇവിടുന്ന് അങ്ങനെ ആളെ കിട്ടൂല. കാരണം മനുഷ്യന്മാരുടെ അടുത്ത് തെറ്റും നന്മയൊക്കെ ഉണ്ടാവും. തെറ്റിനേക്കാൾ കൂടുതൽ നന്മ ചെയ്യുന്ന ആളുകൾ, അതാണ് നോക്കേണ്ടത്. അല്ല, ഫമൻ കാനത്ത് ത്വാഅത്തുഹു അഗ്ലബ മിൻ മഅസിഹി, ത്വാഅത്ത് മഅസിയത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ അയാൾ നല്ലോനാ.
അപ്പോൾ ഫൈദാഖാന ഹാദ അദിലൻ ഫി ഹഖില്ലാഹി തആല, ഇയാൾ അള്ളാൻ്റെ കാര്യത്തിൽ അദിലാണെങ്കിൽ, നീതിമാനാണെങ്കിൽ, ഫഹുവ ഫി ഹഖിക ഔല, അവൻ നിൻ്റെ കാര്യത്തിൽ എന്താണ് നീതിമാനാണ്. നമ്മൾ അള്ളാൻ്റെ അടുക്കൽ നീതിമാനായ ആൾ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത ആൾ എന്നല്ലല്ലോ. തെറ്റ് ചെയ്യും, പക്ഷേ തെറ്റിനേക്കാൾ കൂടുതൽ നന്മയുണ്ട്. നന്മ കൂടുതലുള്ള ആളാണ് അള്ളാൻ്റെ അടുക്കൽ നല്ല ആളെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരാൾ പടച്ചവൻ്റെ അടുത്ത് നല്ല ആളാണെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് മാത്രം മോശമാകാൻ പറ്റുമോ? അപ്പം നമ്മളെടുക്കലും അയാൾ നല്ല ആളാണ്, അങ്ങനെ നമ്മൾ കണക്കാക്കണം. അയാളോട് നമുക്ക് ബന്ധം സ്ഥാപിക്കാം, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാം, ഒക്കെ ചെയ്യാം. അതാണ് ഈ ഫൈദാഖാന ഹാദ അദിലൻ ഫി ഹഖില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഈ ആൾ അദിലാണെങ്കിൽ, ആദിലായ മനുഷ്യനാണെങ്കിൽ, ഫഹുവ അദ്ദേഹം ഫി ഹഖിക നിൻ്റെ കാര്യത്തിൽ ഔല ഏറ്റവും എന്തായാലും അതിൽ തന്നെയാണ്. അതുകൊണ്ട് ഫക്കുൻ നീ ആയിക്കോ മിമ്മൻ യുദ്ഹിറുൽ ജമീല വയസ്തുറുൽ ഖബീഹ, നീ നല്ല കാര്യത്തെ വെളിവാക്കുകയും ഖബീഹിനെ മറച്ചു വെക്കുകയും ചെയ്യുന്ന ഒരാളായി മാറിയാൽ മതി. നമ്മൾ സുഹൃത്തിൽ നിന്ന് നമ്മൾ പലതും കാണും. നമ്മൾ പറഞ്ഞല്ലോ, അല്ലാതെ നന്മ മാത്രം ചെയ്യുന്ന അങ്ങനത്തെ ഒരാളുണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ സുഹൃത്താക്കുക, അയാളെ നന്മയെ നമ്മൾ എന്ത് ചെയ്യുക, പ്രകീർത്തിക്കുക, തിന്മയെ നമ്മൾ വല്ല മറച്ചു വെക്കുക. ഖബീഹ് കാണുമ്പോൾ അങ്ങനെ പുറത്ത് പറയരുത്. തിരുത്താൻ വേണ്ടി ഉദ്ദേശിച്ചാണെങ്കിൽ അദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് പറയാം, പബ്ലിക്ക് പറയരുത്. അങ്ങനെ പറ്റുള്ളൂ. എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും. അപ്പം ജമീലായ കാര്യത്തെ പബ്ലിക്ക് പറയുക, മറ്റത് മറച്ചു വെക്കുക, അത് നീ ചെയ്യുക. കാരണം എന്തുകൊണ്ട്? ലി അന്നല്ലാഹു തആല വസഫ ബിദാലിക, അള്ളാഹുവിനെ വസ്ഫ് പറയപ്പെട്ടിട്ടുണ്ട് ബിദാലിക. അങ്ങനെ ദുആയിൽ നബിതങ്ങൾ പഠിപ്പിച്ചൊരു ദുആയിൽ അള്ളാഹിനെക്കുറിച്ച് അങ്ങനെ ഒരു വിശേഷണം പറയുന്നുണ്ട്. എന്ത്? യാ മൻ യുദ്ഹിറുൽ ജമീല വയസ്തുറു അലൽ ഖബീഹ് വയസ്തുറു അലയ്യൽ ഖബീഹ് എന്ന്. യാ മൻ ഒരുത്തനെ അള്ളാഹിനെ വിളിക്കുകയാണ്, ജമീലായ കാര്യത്തെ വെളിവാക്കുകയും ഖബീഹ് എൻ്റെ മേൽ മറച്ചു വെക്കുകയും ചെയ്യുന്ന അള്ളാഹുവേ എന്നൊരു വിളിക്കേണ്ട നബിതങ്ങൾ. അപ്പം അള്ളാഹിൻ്റെ ഒരു പ്രത്യേക സിഫത്താണെന്ത്? സൃഷ്ടികളുടെ നന്മയെ വെളിവാക്കുന്നവനും അവരുടെ ഖബീഹിനെ മറച്ചു വെക്കുന്നവനും എന്ന് പറയുന്നത്. അപ്പോൾ നാമും അങ്ങനെയാവണം. അള്ളാഹുവിൻ്റെ ശൈലിയും അങ്ങനെയാണ്. ഒരാളുടെ നന്മയെ പുറത്ത് പറയുക, ഒരാളുടെ തിന്മയെ മറച്ചു വെക്കുക. അതിങ്ങനെ പബ്ലിക്ക് പറഞ്ഞ് ആകെ കുട്ടിപ്പാടി നടക്കാനുള്ളതൊന്നുമല്ല. നമ്മുടെ ഇന്നത്തെ ജീവിത രീതികൾ നേരെ തിരിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരാളിൽ എന്ത് കുറ്റാണോ എവിടെയാണോ ഉള്ളതെന്ന് കാത്തിരിക്കുകയാണ്. ക്യാമറയും വീഡിയോയും ക്യാമറ കണ്ട് 4 ഭാഗത്തും വെച്ച് കാത്തിരിക്കുകയാണെന്ന്. എന്നിട്ട് അതങ്ങോട്ട് ഒപ്പിയെടുത്തിട്ട് അങ്ങോട്ട് പുലമ്പുക. ഇതൊന്നുമല്ല ഇത് യഥാർത്ഥ മുസ്ലിമാർ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നന്മയെ നമ്മൾ പ്രചരിപ്പിക്കുന്നു, പറയുന്നു, തിന്മയെ നമ്മൾ മറച്ചു വെക്കുന്നു. ഇതാണ് രീതി. വഅലം, നീ അറിയുക, അന്നൽ മർള ഇൻദല്ലാഹി തആല, അള്ളാഹിൻ്റെ അടുക്കൽ രോഗികളെന്ന് പറഞ്ഞാൽ മൻ യതഖല്ലഖു ബി അഖ്ലാഖിഹി, അന്നൽ മർള എന്നല്ല മർളിയ, വഅലം അന്നൽ മർളിയ ഇൻദല്ലാഹി, അള്ളാഹിൻ്റെ അടുക്കൽ തൃപ്തിപ്പെടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ മൻ യതഖല്ലഖു ബി അഖ്ലാഖിഹി, അള്ളാഹുവിൻ്റെ സ്വഭാവം സ്വീകരിച്ച ആൾ എന്നാണ് അർത്ഥം. അള്ളാഹിൻ്റെ സ്വഭാവമുള്ള ആൾക്കാരാണ് അള്ളാഹിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ. അതെന്താ അള്ളാഹിൻ്റെ സ്വഭാവം? വഹുവ സത്താറുൽ ഉയൂബ്, അള്ളാഹു തആല ഐബുകളെ മറച്ചു വെക്കുന്നവനാണ്. ഗഫാറു ദുനൂബ്, തെറ്റുകളെ പുറത്തു കൊടുക്കുന്നവനാണ്. ആ സ്വഭാവമുള്ള മനുഷ്യന്മാർ അള്ളാഹിൻ്റെ അടുക്കൽ മുന്തിയ ആൾക്കാരാണ്. അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വിശേഷണമാണ് പടച്ചോനെ നമ്മൾ അള്ളാഹിൻ്റെ സ്ഥലം പൊറുക്കുന്നവരാണ്. യാ ഗഫാറു ദുനൂബ്, ദോഷം പുറത്തു തരുന്ന പടച്ചോനെ. യാ സത്താറുൽ ഉയൂബ്, ഐബുകളെ മറച്ചു വെക്കുന്ന പടച്ചോനെ എന്ന് നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുക? സകല ആൾക്കാരെ ഐബും നമ്മൾ വെളിവാക്കുക. നമ്മളൊരാൾക്ക് ഒന്നും പുറത്തു കൊടുക്കാതിരിക്കുക. നമുക്ക് ചില പ്രയോഗങ്ങൾ തന്നെ ഉണ്ട് അങ്ങനെ. ഞാനിത് പൊരുത്തപ്പെട്ടു കൊടുക്കില്ല, പൊറുക്കാത്ത പാതകം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ ഒരു ക്ലീശ പ്രയോഗങ്ങളുണ്ട് നമ്മളൊക്കിടയിൽ. യഥാർത്ഥത്തിൽ അള്ളാഹു തആല ദോഷങ്ങളൊക്കെ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്ന് ഖുർആൻ പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക, ആളുകൾ ചെയ്ത് പുറത്തു കൊടുക്കുക, അനീതി ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക. നോക്കൂ, ഇതാണ് രീതി. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അങ്ങനെയല്ല പറയൽ. നമ്മൾ ഇപ്പോൾ ശിഹാബ് തങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയൽ? ഈ വിട്ടുവീഴ്ചയുടെ രീതി, എല്ലാവർക്കും വിട്ടുകൊടുക്കുന്ന മനോഭാവം, അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും വേണ്ടില്ല. അതാണ് ദീന്. അപ്പം ഈ അള്ളാഹിൻ്റെ സ്വഭാവം അതാണ്. ആ അള്ളാഹിൻ്റെ സ്വഭാവം സ്വീകരിച്ച ആളുകളായിരിക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ. നോക്കൂ, വഅലം അന്നഹു ലാ യത്തിമു ഈമാനു റജുലി, ഒരു മനുഷ്യൻ്റെ ഈമാൻ സമ്പൂർണ്ണമല്ല ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ സഹോദരനും നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് 2 നേരം ബിരിയാണി കിട്ടണമെന്ന് ബോധ്യമുണ്ട്. എന്നാൽ എൻ്റെ സഹോദരനും ആ ബിരിയാണി കിട്ടണമെന്ന് താല്പര്യമാണ്. നമുക്കൊരു AC റൂമിൽ കിടന്നുറങ്ങാൻ താല്പര്യമുണ്ട്, സഹോദരനും അങ്ങനെ കിടന്നുറങ്ങട്ടെ താല്പര്യമാണ്. താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടാൻ സാധിക്കുക എന്നർത്ഥം. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി,
വലാശക്ക സംശയമില്ല അന്നഹു യന്തദിറു മിൻഹു സത്റുൽ ഉയൂബ്, അയാൾ സുഹൃത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഓരോരുത്തരും സത്തുൽ ഔറത്തുകളെ മറച്ചു വെക്കുക, ഐബുകളെ മറച്ചു വെക്കുക, വല്ലഹു അനി സല്ലാത്തി വീഴ്ചകളെ തൊട്ട് മാപ്പ് ചെയ്യുക, വായക്തുമസറഹു ഇവൻ്റെ രഹസ്യം മറച്ചു വെക്കുക. ഇത്തരം കാര്യമൊക്കെ എല്ലാവരും ആഗ്രഹിക്കണമല്ലേ? എന്നാൽ സഹോദരനോ നമ്മൾ അങ്ങനെ ആക്കണം. നമ്മുടെ ഐബ് ഒരാൾ പുറത്ത് പറയരുത്, നമ്മുടെ ഭാഗത്തുനിന്ന് വല്ല വീഴ്ചയും വന്നാൽ അത് അയാൾ മാപ്പ് ചെയ്ത് തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കണമല്ലേ? എന്നാൽ സുഹൃത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ സുഹൃത്തിൻ്റെ ഐബ് നമ്മൾ പുറത്ത് പറയാതിരിക്കുക, അവൻ വല്ല രഹസ്യങ്ങളും പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുക. അത് വേടത്തിനെ കാണുമ്പോൾ ഓൻ പറഞ്ഞത് സ്വകാര്യമായിട്ടോ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു ഇജാരോടും പറയരുതേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. അതങ്ങനെ തന്നെ ഒരു 10 ആളോട് പറയും ഇജാരോടും പറയരുത് അറിഞ്ഞിട്ട്. പിന്നെ രഹസ്യത്തിനെന്ത് പ്രത്യേകത പിന്നുള്ളത്? അപ്പം നമ്മളുടെ കാര്യത്തിൽ ആരും ഇങ്ങനെ ചെയ്യരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ, എന്നാൽ മറ്റവൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട. അതാണ് ഈ തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനക്കും ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന താല്പര്യം. അതാണ് വഖദ് ഖീല പറയപ്പെട്ടിരിക്കുന്നു ഖുലൂബുൽ അഹ്റാർ ഖുബൂറുൽ അസ്റാർ എന്ന്. സ്വതന്ത്രന്മാരായ മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ രഹസ്യങ്ങളുടെ ഖബറുകളാകുന്നു എന്ന്. വല്ലാത്തൊരു പ്രയോഗമാണത്. ഖുലൂബുൽ അഹ്റാരി ഖുബൂറുൽ അസ്റാർ, അറബിയിലെ കമ്പിപ്പിച്ചിട്ടുള്ള വർത്താനാണിത്. സ്വതന്ത്രകളായ ആൾക്കാരെ, സ്വതന്ത്രന്മാരെ, ആണുങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ സിറുകളുടെ രഹസ്യങ്ങളുടെ ഖബറായിരിക്കും. നമ്മുടെ ഒരു ഖബറിലൊരാളെ മക്കടത്തി മറ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും ഓനെ കാണൂലല്ലോ, പിന്നെ ഇതൊരാളും അറിയില്ല, അതിൻ്റെ അടി എന്താ നടക്കണമെന്ന് ആരും അറിയില്ല. എന്ന പോലെ ഒരു മുഅ്മിനായൊരു മനുഷ്യൻ്റെ ഖൽബിൽ രഹസ്യത്തെ ഉണ്ടല്ലോ, ഒരു കുട്ടി അതറിയില്ല. അതൊരു ഖബറിൽ കിടക്കുന്ന പോലെ ആ രഹസ്യം കിടക്കുന്ന ഒരു ആപ്തവാക്യം നോക്കി വക്കീല ഇന്ന ഖൽബൽ അഹ്മഖി ഫീ ഫീഹി വലിസാനുൽ ആഖിലി ഫീ ഖൽബിഹി. എന്താണ് വർത്താനം? ഒരു വിഡ്ഢിയുടെ നാവ് കിടക്കുന്നത്, ഒരു വിഡ്ഢിയുടെ ഹൃദയം കിടക്കുന്നത് ഫീ ഫീഹി ഓൻ്റെ തൊള്ളയിലാണ്, ഓൻ്റെ വായക്കകത്താണ്. നമ്മൾ നാവ് കൊണ്ട് ചിന്തിക്കുക, നമ്മൾ പ്രയോഗമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, നാവ് കൊണ്ട് ചിന്തിക്കുന്ന ആളാണ്. കാരണം അത് പറയല ആദ്യം തന്നെ ആലോചിച്ചാതെ. അങ്ങനെ നാവുമ്മലാണ് ഹൃദയം, വിഡ്ഢിൻ്റെ ഹൃദയം നാവുമ്മലാണ്. എന്നാൽ ലിസാനുൽ ആഖിലി ഫീ ഖൽബിഹി, ബുദ്ധിമാനിയുടെ നാവ് കൽബിലാണ്. നോക്കൂ, ബുദ്ധിമാനിയുടെ നാവ് തന്നെ കൽബിലാണ്, എന്നാൽ വിഡ്ഢിയുടെ ഹൃദയം തന്നെ നാവിലാണ്. അപ്പോൾ ഒന്നും ആലോചിക്കൂല, അങ്ങോട്ട് പറയല അഭയം, രഹസ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് തുറന്നാട് പറയും. കൽബ് തന്നെ ചിന്തിക്കണ തന്നെ നാവുകൊണ്ട്, എന്നാൽ ബുദ്ധിമാനി സംസാരിക്കൽ ഹൃദയം കൊണ്ടായിരിക്കും, നാവുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ന ഖൽബൽ അഹ്മഖി ഫീ ഫീഹി, എന്നാൽ വലിസാനുൽ ആഖിലി ഫീ ഖൽബിഹി. വല്ലാത്ത വാക്കാണത്. വഖാല ഇബ്നുൽ മുഅ്തസിൽ എന്ന കവി പാടി വമുസ്തൗദിഇ സിർറൻ തബവ്വഅതു കത്മഹു ഫഔദഅതുഹു സദരി ഫസാറ ലഹു ഖബ്റാ. വമുസ്തൗദിഇ സിർറൻ, ഒരു രഹസ്യത്തെ എൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വെക്കുന്നവൻ. വമുസ്തൗദിഇ, എൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വെക്കുന്നവൻ. സിറൻ, ഒരു രഹസ്യത്തിനെ സൂക്ഷിച്ചു വെക്കുന്നവൻ. തബവ്വഅതു കത്മഹു, അതിനെ മറച്ചു വെക്കൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ അടുക്കൽ ആരെങ്കിലും വല്ല സ്വകാര്യ രഹസ്യം പറഞ്ഞാൽ ഞാനത് മറച്ചു വെക്കും. ഫഔദഅതുഹു, ഞാനത് സൂക്ഷിക്കും. സുദരി, എൻ്റെ ഹൃദയത്തിൽ. എന്നിട്ട് ഫസാറ ലഹു ഖബറൻ, ആ ഹൃദയം ആ രഹസ്യത്തിൻ്റെ ഖബറായിട്ട് മാറും. ഒരിക്കലും ഒരാളെടുത്ത് അറിയാൻ പോകില്ല. ഖബറടക്കമായിരിക്കാൻ എൻ്റെ കൽബ് ഒരു രഹസ്യം വന്നാൽ സൂക്ഷിക്കുക, ഒരാളുടെ രഹസ്യം സൂക്ഷിക്കുക, ആരും അതറിയില്ല. ഫസാറ ലഹു ഖബറൻ, ആ വാക്ക് ഭയങ്കര മൂർച്ചയുള്ള ശക്തിയുള്ളൊരു വാക്കാണ്. ഫസാറ ലഹു ഖബറൻ, എൻ്റെ ഹൃദയം ആ രഹസ്യത്തിൻ്റെ ഖബറായിട്ട് മാറും, കല്ലറയായിട്ട് മാറും. ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാവ് കൊണ്ടൊരു മനുഷ്യനോട് കാണിക്കേണ്ട ബാധ്യതയാണ് ഈ പറയണോ കേട്ടോ. അപ്പോൾ ഒരാൾക്കും വെറുപ്പുള്ളതൊന്നും പറയാതിരിക്കുക, താല്പര്യമില്ലാത്തൊന്നും പറയാതിരിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പം നാവ് കൊണ്ടുള്ള ബാധ്യത അപ്പോഴാണ് നിറവേറ്റുക. അല്ലാതെ എല്ലാ രഹസ്യം പറയും, ഓനില്ലാത്തടത്ത് ഓനെ പറ്റിയൊക്കെ പറയും, അങ്ങനെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞാലും പറയരുതിട്ട് പറഞ്ഞിട്ട് എന്ത് നെലും വരിക പിന്നെ ഇതിനൊക്കെ ഉള്ളത്. അവിടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ നാവ് കൊണ്ട് ഒരാളെ പ്രയാസപ്പെടുത്തുന്ന മാതിരിയായി. അപ്പോൾ അത് ഇല്ലാതിരിക്കുക. വീണ്ടും പറയുന്നു അറാബി 4. നാലാമത്തെ ഒരു കാര്യം കൂടി ഈ നാവ് കൊണ്ടുള്ള നേട്ടവും പറയുന്നത്. നാവ് കൊണ്ടുള്ള ഒന്നും കൂടിയും പറയാണ് ചെയ്യേണ്ട കാര്യം. അന്നത്തുഖു ബിമാ യുഹിബ്ബുഹു മിനൽ മദ്ഹി മിൻ ഗൈരി ഖുറൂജിൻ മിനൽ ഹഖ്. അന്നത്തുഖു ബിമാ യുഹിബ്ബുഹു മിനൽ മദ്ഹി, അവൻ ഇഷ്ടപ്പെടുന്ന മധുവിനെ പറ്റി പറയാം. പക്ഷേ മിൻ ഗൈരി ഖുറൂജിൻ മിനൽ ഹഖ്, ഹക്കിനെ തൊട്ട് പുറത്തു പോകുക, സത്യമല്ലാതെ പറയരുത്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരാളെ പറ്റി മദ്ഹ് പറയാന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വിളിച്ചായിട്ട് പറയില്ല, ഒരു ലക്കുലകാനും ഉണ്ടാവില്ല. അങ്ങനെ ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ല.
ഒരാളെപ്പറ്റി നമുക്ക് മധു പറയാം, അതുപോലെ മുമ്പെന്ന് പറയുന്നതുമാണ് ശ്രദ്ധിക്കുക. നമ്മളെ സുഹൃത്തിനെ പറ്റി നമ്മൾ നല്ലത് പറയണം വേറൊരുത്തനോട്. ഒരാളെ മുമ്പെന്ന് പറയരുത്, ഒരാളെ മുന്നിൽ ഒരാളെ പറ്റി മധു ചെയ്യരുത്, അങ്ങനെ പ്രശംസിച്ച് പറയരുത്. ഭയങ്കര അപകടമാണത്, ഒരു മനുഷ്യൻ്റെ കൽബ് നശിപ്പിക്കാൻ കാരണമാകുന്ന ഒന്നാണത്. എന്നാൽ നമ്മുടെ സഹോദരനെ കുറിച്ച് നമ്മൾ നല്ലത് പറയാം, വേറൊരുത്തനോട് നല്ലത് പറയാം. പക്ഷെ നല്ലത് പറയുമ്പോൾ ഉള്ളതേ പറയാവൂ. നമ്മളെ വക കൂട്ടിങ്ങോട്ട് പെരുപ്പിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പറയരുത്. ഉള്ള കാര്യങ്ങൾ മാത്രം പറയുക, അതാണ് ഹക്കിനെ തൊട്ട് മാറാതെ പറയുക. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഹബ്ബ അഹദുക്കും അഖാഹു ഫല്യുഖ്ബിർഹു. ഒരാൾ തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനോടത് പറയട്ടെ. നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവനോട് പറയാം, എനിക്ക് എന്നോട് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയാം. അത് പറയണം. ബദാലിക്കൽ എന്നഹു യൂജിബു സിയാദത്തൻ ഫിൽ ഹുബ്ബ്. അത് സ്നേഹത്തിൽ കൂടുതൽ സിയാദത്തിനെ നിർബന്ധമാക്കും, അനിവാര്യമാക്കും. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പല കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനോട് പറയാം, എനിക്ക് എന്നോട് ഇഷ്ടമാണ് കേട്ടോ. അതൊരു ഭയങ്കര വർത്താനാണ്, ഭയങ്കരമായ മാനസിക ബന്ധം ഉണ്ടാക്കുന്നതാണ്. വഴിവിട്ട കാര്യങ്ങൾക്ക് ഇതൊന്നും ചിലവാക്കാൻ ഞാൻ മതിയിട്ട് ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തെ ഇഷ്ടപ്പെടുകയാണ്. ഒരാളെ തഖ്വൻ്റെ പേരിൽ, ഒരാളെ ഇൽമിൻ്റെ പേരിൽ, ഒരാളുടെ സ്വഭാവ രീതിയുടെ പേരിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും. അത് തുറന്ന് പറയാം, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്ന് പറയാം. വമാ അഹ്സന മാ ഖീല ഫീ ഹാദിൽ മാന. ഈ അർത്ഥത്തിൽ പറയപ്പെട്ട ഏറ്റവും മെച്ചമായൊരു വാക്കാണ് ഖുദ് മിൻ ഖലീലിക മാ സഫ വദഇല്ലദീ ഫീഹിൽ ഖദർ ഫൽ ഉംറു അഖ്സറു മിൻ മുആതബത്തിൽ ഖലീലി അലൽ ഗിയർ. ഖുദ്, നീ സ്വീകരിച്ചോ, മിൻ ഖലീലിക, നിൻ്റെ സുഹൃത്തിൽ നിന്ന് സ്വീകരിച്ചോ, മാ സഫ, തെളിഞ്ഞ സ്വഭാവത്തിനെ സ്വീകരിച്ചോ, വദ, നീ ഒഴിവാക്കിക്കോ, അല്ലദീ ഫീഹിൽ ഖദർ, കലർപ്പുള്ള ഒന്നിനെ. എന്തെങ്കിലും കലർപ്പും വിഷയങ്ങളുള്ള സംശയമുള്ള പല കാര്യങ്ങളും ആക്കെ വിടുക, പൊട്ടൻ നോക്കുക. നന്മയെ സ്വീകരിക്കുക, സഫ ഉള്ളതിനെ സ്വീകരിക്കുക. കനഫൽ ഉംറു, ആയുസ്, അഖ്സറു മിൻ മുആതബത്തിൽ ഖലീലി അലൽ ഗിയർ. തൻ്റെ സുഹൃത്തിനെപ്പറ്റി മറ്റൊരാളോട് ഇങ്ങനെ ആക്ഷേപിച്ച് പറയാൻ മാത്രമൊന്നും ആയുസ് ബാക്കില്ല. കുറഞ്ഞ ആയുസേ നമുക്കുള്ളൂ. ഉള്ള ആയുസിൻ്റെ കാലത്ത് ഓരോരുത്തരെ പറ്റി കുറ്റം പറഞ്ഞ് മറ്റവനെ പറ്റി പറഞ്ഞ് നടക്കാൻ നമുക്ക് നേരല്ല. അതാ ഫലുംറു, ആയുസ്സാകുന്നത് അക്സർ വളരെ ചെറുതാണ്. എന്തിനേക്കാൾ ചെറുതാണ്? മിൻ മുആതബത്തിൽ ഖലീലി, ഒരു സുഹൃത്ത് ആക്ഷേപിക്കുന്നതിനേക്കാൾ അൽ ഗിയർ, മറ്റൊരാളെ മേലിൽ. ഒരാൾ വേറൊരാളെ പറ്റി ആക്ഷേപം പറയാൻ നമുക്കിവിടെ നേരം, നമ്മൾ ആ കുറച്ച് കാലം ദുന്യാവ് ജീവിക്കുന്നുള്ളൂ. ആ കാലത്ത് ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറഞ്ഞു നടക്കാൻ നമുക്ക് നേരല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വക്കീല, ഒരു ഒറ്റപ്പെട്ടൊരു ബൈത്തും കൂടി നോക്കുക. വലസ്താബി മുസ്തബഖിൻ ഖല്ലാതലുമ്മുഹു അലാ ശാഅത്തിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. വലസ്ത, നീയല്ല, ബിമുസ്തബഖിൻ അഖൻ, ഒരു സുഹൃത്തും നിനക്ക് ബാക്കിയാവുകയില്ല. എങ്ങനത്തെ സുഹൃത്ത്? ലാ തലുമ്മുഹു അലാ ശാഅത്തിൻ, നീ അവനെ ഉദ്ദേശിക്കുകയില്ല. അലാ ശാഅത്തിൻ, അവന് ചില വീഴ്ചകളുള്ളതോടുകൂടി തന്നെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഏതൊരാൾക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് അറിഞ്ഞില്ലേ? അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരിക്കെ തന്നെ നീ അവനെ അംഗീകരിക്കുക. അങ്ങനെ നീ ചെയ്യുന്നില്ലെങ്കിൽ എനിക്കൊരു സുഹൃത്തും ബാക്കി ഉണ്ടാവില്ല. വലസ്തബി മുസ്തബഖിൻ, നീ ബാക്കിയുള്ളവനാക്കുകയില്ല, ഒരു സുഹൃത്തും നിനക്ക് ബാക്കി ഉണ്ടാവില്ല. ലാ തലുമ്മുഹു അലാ ഷാസിൻ, ചില പ്രശ്നങ്ങളുള്ളതോടു കൂടി തന്നെ നീ അവനെ പിന്നെ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ. കാരണം അയ്യുദ്ദു ജാജിൽ മുഹദ്ദബു, ആളുകളിൽ ആരാത്ര മെച്ചുള്ളവർ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരാണ് കടഞ്ഞെടുക്കപ്പെട്ടവർ? ആരുമില്ല. അമ്പിയാക്കന്മാർ കടഞ്ഞെടുക്കപ്പെട്ടവരാണ്. വേറെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം എല്ലാവർക്കും ഉണ്ടാവില്ലേ? അത് അയ്യൊരു ജാതിൽ മുഹദ്ദബു, ആളുകളിൽ കടഞ്ഞെടുക്കപ്പെട്ടവൻ ആരാണ്? അങ്ങനത്തെ ഒരാളില്ലല്ലോ. അപ്പം നീ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടുമ്പോൾ അതുണ്ടായിരിക്കെ തന്നെ ഒരാളും ബന്ധം വെക്കുക. അത് നീ ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് ഒരു സുഹൃത്തും സഹോദരനും തന്നെ ബാക്കി ഉണ്ടാവുകയില്ല എന്ന്. ഇതാലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നർത്ഥം. സമയം കുറേ ആയിട്ടുണ്ട്, ശനിയാഴ്ച എടുക്കാത്തതാണല്ലോ, അതുകൊണ്ടാണ് കുറച്ച് നീണ്ടെടുത്തത്. അപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.